രാമൻ 11,000 കൊല്ലം രാജ്യം ഭരിച്ചു. 11,000 വർഷം ശ്രീരാമൻ രാജ്യഭാരം നിർവഹിച്ചു. രാമൻ വന്നു കഴിഞ്ഞു. ഇനി രാമൻ വന്നാലും രാമൻ എന്നുള്ള പേരിലാവില്ല, വേറെ പേരിലാവും. രാമൻ രണ്ടാമത് വന്നപ്പോൾ കൃഷ്ണൻ എന്ന് പേരിട്ടിട്ടാണ് വന്നേ, അല്ലാതെ രാമൻ എന്നുള്ള പേരിലല്ല. അത് പ്രത്യേകം ഓർമ്മിക്കണേ. രാമൻ വീണ്ടും വന്ന പേര് രാമൻ എന്നാവില്ല. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. നല്ല ഉപദേശം. അപ്പോൾ കേട്ടാൾ ചോദിക്കുകയാണ്, അല്ല പിതാവേ, ഞാൻ എന്തിനാ എൻ്റെ അയൽക്കാരനെ എന്നെ പോലെ സ്നേഹിക്കണത്? എൻ്റെ അയൽക്കാരനെ പോലെ സ്നേഹിച്ചാൽ പോരെ? അയൽക്കാരനോട് സ്നേഹപൂർവ്വം പെരുമാറണം എന്നങ്ങ് പറഞ്ഞാൽ പോലെ, എന്നെപ്പോലെ എന്തിനാ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണത് എന്ന് ചോദിച്ചാൽ ഇത് കർത്താവ് പറഞ്ഞു എന്ന് പറയാമെന്നല്ലാണ്ട് ഇതിൻ്റെ കാര്യകാരണം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. രാമരാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ വാൽമീകീയ രാമായണത്തിൽ, അധ്യാത്മരാമായണത്തിൽ ഇവ രണ്ടിനെയും പിന്തുടർന്ന് പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായിട്ടുള്ള വിവിധ രാമായണങ്ങളിൽ പറഞ്ഞ ഒരു പരാമർശം എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. രാമൻ 11,000 കൊല്ലം രാജ്യം ഭരിച്ചു. 11,000 വർഷം ശ്രീരാമൻ രാജ്യഭാരം നിർവഹിച്ചു. ഈ ഒറ്റ പരാമർശമേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതെങ്ങനെയത്? വേദം പറയുന്നത് ശതായുർവൈ പുരുഷ എന്നാണ്. മനുഷ്യൻ്റെ ആയുസ് 100ആണ്. ഒരു മനുഷ്യൻ 100 വയസ്സ് വരെയാണ് അവൻ്റെ സാമാന്യമായ ആയുസ്. ഭഗവാൻ ഭാഷ്യകാരൻ അടിവരയിട്ട് പറയും, താവദ്ധി പുരുഷസ്യ പരമായുഹു നിരൂപിതം. അത്രയും കാലമാണ് മനുഷ്യൻ്റെ പരമായുസ്സെന്ന് ശാസ്ത്രം നിരൂപണം ചെയ്തിട്ടുണ്ട് എന്ന്. ചില വ്യാഖ്യാതാക്കൾ 100 വയസ്സെന്നുള്ളത് കലിയുഗത്തിലാണെന്നും ദ്വാപരയുഗത്തിൽ 200 വയസ്സാണെന്നും ത്രേതായുഗത്തിൽ 300 വയസ്സാണെന്നും കൃതയുഗത്തിൽ 400 വയസ്സാണെന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വന്നാലും ശ്രീരാമാവതാരത്തിൽ മനുഷ്യരൂപം ധരിച്ചു കഴിഞ്ഞാൽ പരമാവധി 300 വയസ്സ് വരെ ജീവിക്കാൻ പാടുള്ളൂ. എവിടെ ശ്രുതിയും സ്മൃതിയും വിരുദ്ധത വരുന്നുണ്ടോ അവിടെ ശ്രുതിയെ സ്വീകരിക്കണം, സ്മൃതിയെ തള്ളണം. അതാണ് ഹിന്ദു, അതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന മാന്യത. ഇപ്പം ശ്രുതി വിരുദ്ധമായി സ്മൃതിയെ കണ്ട സ്മൃതി തള്ളണം. അപ്പോൾ 11,000 കൊല്ലം രാജ്യം ഭരിച്ചു എന്നുള്ള പരാമർശം എങ്ങനെ സ്വീകരിക്കും? ഇതാണ് ചോദ്യം. കേവലം കണ്ണുപൂട്ടി വിശ്വസിച്ചാൽ മതിച്ചാൽ കുഴപ്പമില്ല, രാമൻ 11,000 കൊല്ലം രാജ്യം ഭരിച്ചു. എന്താ? അത് എൻ്റെ വിശ്വാസമാണ്, കഴിഞ്ഞു, റൈറ്റ്. അവിടെ യുക്തിയില്ല, ചോദ്യമില്ല, ഉത്തരവില്ല. അത് വിശ്വാസം മാത്രമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് രാമായണത്തിൽ മറ്റൊരു വാചകം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതെപ്പോഴാന്ന് ചോദിച്ചാൽ, ശ്രീരാമചന്ദ്രൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി ദശരഥനരികെ വന്ന് ഒരാവശ്യം ഉന്നയിച്ചു. ഞാനൊരു യാഗം നടത്താൻ പോവുകയാണ്. എപ്പോഴെപ്പോൾ യാഗം ആരംഭിക്കുന്നുണ്ടോ അപ്പോൾ യാഗം മുടക്കികൾ രാക്ഷസന്മാർ വന്ന് ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് യാഗരക്ഷയ്ക്കായിക്കൊണ്ട് ശ്രീരാമനെ നിൻ്റെ പ്രതിനിധിയായിട്ട് പറഞ്ഞയക്കണം. ദശരഥൻ ഉടനെ തന്നെ പ്രതികരിക്കുന്നത് വാൽമീകി രാമായണത്തിൽ സാധ്യമല്ല എന്ന്. ദയവ് ചെയ്ത് ഇത് മാത്രം ചോദിക്കരുത്. ഞാൻ വരാം, എൻ്റെ സൈന്യം മുഴുവൻ വരാം, രാമനെ ഞാൻ തരില്ല. ആ ഭാഗത്ത് പറയുന്നുണ്ട്, എനിക്ക് 60,000 വയസ്സായിട്ടുണ്ടായ കുട്ടിയാണ്. ഒരു സന്താനമില്ലാതെ ദുഃഖമനുഭവിച്ച് 60,000 വയസ്സ് ഞാൻ ആറ്റുനോറ്റ് പ്രാർത്ഥിച്ച് യജ്ഞം നടത്തി കിട്ടിയ കുട്ടിയാണ്, ഞാൻ തരില്ല. ആ സമയത്ത് വിശ്വാമിത്രൻ ക്രുദ്ധനായി ശപിക്കാനൊക്കെ ഒരുങ്ങുക. അപ്പോഴാണ് വസിഷ്ഠൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, ഇത് നന്മയ്ക്കായി വരും, അതുകൊണ്ട് പറഞ്ഞയച്ചോളൂ കുട്ടിയെ രാമനെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ദശരഥൻ പറഞ്ഞയച്ചു. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. എന്താണ് 60,000 വയസ്സായിട്ടുണ്ടായ കുട്ടിയാന്ന് പറഞ്ഞാൽ?
മനുഷ്യൻ്റെ പരമായുസ് 100 വയസ്സാണെങ്കിൽ, ഇനി ചില വ്യാഖ്യാതാക്കളുടെ പക്ഷത്തിൽ 300 വയസ്സ് വരെ ത്രേതായുഗത്തിലാകാമെങ്കിൽ, എങ്ങനെയാണ് 60,000 വയസ്സായി എന്ന് പറയാം? കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദശരഥനെ സംബന്ധിച്ച് സർവ സൗഭാഗ്യങ്ങളുമുണ്ട്, സമ്പദൈശ്വര്യങ്ങൾ മുഴുവനുണ്ട്, സർവ സൗഭാഗ്യങ്ങളുണ്ട്, സമ്പദൈശ്വര്യങ്ങളുണ്ട്. ദശരഥൻ രാജാവല്ല, ചക്രവർത്തി സാർവഭൗമനാണ്. ഈ പിതൃപൈതാമഹമായ രാജ്യത്തിൻ്റെ മുഴുവൻ അധിപതിയായിട്ടും ചക്രവർത്തിയായിട്ടും എനിക്ക് സന്താനമില്ലല്ലോ, ഇതൊക്കെ ഒന്ന് ഏൽപ്പിച്ച് കടന്നു പോകാൻ അടുത്ത പരമ്പരയില്ലല്ലോ, തലമുറയില്ലല്ലോ എന്നുള്ള ദുഃഖം, വ്യാകുലത. ആ വ്യാകുലതയോടുകൂടി ജീവിക്കുമ്പോൾ ഓരോ വർഷവും 1000 വർഷത്തിന് തുല്യം തോന്നി ദശരഥന്. അപ്പോൾ ദശരഥന് എത്ര വയസ്സായിട്ടുണ്ടായ കുട്ടിയാവും രാമൻ? ഒരു സംശയമില്ല, 60-ാം വയസ്സിലുണ്ടായ കുട്ടിയാവും. അല്ലെങ്കിൽ വിവാഹം കഴിച്ച ശേഷം 60 കൊല്ലമായിട്ടുണ്ടാവും. ചിദാനന്ദപുരസ്വാമിയുടെ വ്യാഖ്യാനമാണ്. സ്ഥിരീകരിക്കാം, തള്ളാം. അല്ലാതെ വന്ന ശ്രുതിക്ക് ദോഷം വരുന്നുണ്ടെന്നേ, ശ്രുതിക്ക് ദോഷം വരുന്നുണ്ട്. എങ്കിൽ രാമൻ 11,000 കൊല്ലം രാജ്യം ഭരിച്ചു എന്നുള്ളത് അങ്ങേയറ്റം യുക്തിയുക്തമാണ്. അവിടെയാണ് രാമരാജ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഒരു സാമാന്യ രാജാവ് 1000 വർഷം കൊണ്ടുണ്ടാക്കുന്ന പുരോഗതി 1 വർഷം കൊണ്ട് രാജ്യത്തിൽ ഉണ്ടാക്കിയാൽ 11 കൊല്ലത്തെ രാജ്യഭരണം എത്ര കൊല്ലത്തിന് തുല്യമാവും? 11,000 കൊല്ലത്തിന് തുല്യമാവും. ഇപ്പോൾ രാമൻ 11 കൊല്ലം രാജ്യം ഭരിച്ചു എന്ന് പറയാനാ വ്യക്തിപരമായി എനിക്കിഷ്ടം. പക്ഷെ 1 കൊല്ലം കൊണ്ട് 1000 കൊല്ലത്തെ ഭരണ നേട്ടങ്ങൾ കൈവരിച്ചു. ഇത് വാൽമീകി രാമായണത്തിൽ വാച്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അവിടെ 11,000 തന്നെയാണ് പറഞ്ഞത്. താത്പര്യം നമ്മളിങ്ങനെ ഗ്രഹിച്ചുകൂടെ എന്നാണ് ചോദ്യം. അവിടെയാണ് ഭരണമികവ്. നമ്മളെ സംബന്ധിച്ച് തന്നെ അനുഭവം ഉണ്ടാവും. നോക്കൂ, ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ പണ്ടൊക്കെ കാലം വളരെ പതുക്കിയാണ് പോയിരുന്നത്, ഇന്നെന്തൊരു സ്പീഡാ സമയത്തിന്, വേഗം അങ്ങോട്ട് പോവുക എന്ന് ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ശരിയാണോ? അല്ല. കാരണം 60 സെക്കൻഡ് കൂടിയാൽ 1 മിനിറ്റ്, 60 മിനിറ്റ് കൂടിയാൽ 1 മണിക്കൂർ. അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. പിന്നെന്താ അർത്ഥം? ഇന്ന് ദാരിദ്ര്യം കുറവാ, പട്ടിണി കുറവാ. ഇപ്പം ജീവിതത്തിൽ സൗകര്യങ്ങൾ, സുഖങ്ങൾ, സമൃദ്ധി കൂടുമ്പോൾ പെട്ടെന്ന് കടന്നുപോയി ഈ സമയം എന്ന് നമുക്കങ്ങ് തോന്നും. ദുഃഖവും ദാരിദ്ര്യവും ക്ലേശവും രോഗവുമായിട്ട് പീഡിതരായി കിടക്കുമ്പോഴോ ഭഗവാനെ സമയം നീങ്ങണില്ലല്ലോ എന്ന് തോന്നും. അപ്പോൾ 1 വർഷം ചിലപ്പോൾ 1000 വർഷം പോലെ തോന്നിക്കും. കിടന്ന കിടപ്പിൽ മുഴുവൻ എന്താ പറയേണ്ട ബെഡ് സോർസൊക്കെ ആയിട്ട് അനങ്ങാനും വയ്യ, മൂക്ക് കൂടെ കുഴലിട്ടിട്ട് ആ ഭക്ഷണം എന്നൊക്കെ വരുമ്പോൾ 1 കൊല്ലം 1000 കൊല്ലം പോലെ തോന്നുക. എന്നാൽ സന്തോഷത്തിലും ശാന്തിയിലും ജീവിക്കുമ്പോഴോ അയ്യോ പെട്ടെന്ന് കടന്നു പോയല്ലോ എന്ന് തോന്നും. സമയം ആപേക്ഷികമാണ്. ഇപ്പം ശ്രീരാമചന്ദ്രൻ്റെ ഭരണ നേട്ടങ്ങൾ അത്ര ഉജ്ജ്വലങ്ങളായിരുന്നു. 1000 വർഷം കൊണ്ട് നേടേണ്ടുന്ന കാര്യങ്ങൾ 1 വർഷം കൊണ്ട് നേടിയെടുത്തു. ഇത് പറയാനാണ് നമുക്ക് താല്പര്യം. ഇത്ര പ്രജാക്ഷേമപരമായ ഭരണം എവിടെ നടക്കുന്നുണ്ടോ അതിനെ രാമരാജ്യമായിട്ട് നമുക്ക് കാണാം. സമതയുടെ, ധർമാചരണത്തിൻ്റെ, വാൽമീകി മഹർഷി പറയുന്നത് രാമരാജ്യത്തിൽ ബാലമരണങ്ങളില്ല, രാമരാജ്യത്തിൽ നിരക്ഷരരായവരില്ല, എല്ലാവരും വിദ്യാസമ്പന്നരാണ്. എല്ലാവരും കലകൾക്ക് പോഷണം, സംഗീതത്തിന്, സാഹിത്യത്തിന്, നൃത്തത്തിന് എന്ന് വേണ്ട എല്ലാ കലകളും പോഷിപ്പിക്കപ്പെടുന്ന, രാഷ്ട്രം മുഴുവൻ സമൃദ്ധമായ വർണ്ണനയാണ് വാൽമീകി മഹർഷി രാമരാജ്യത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ആശ്രമ വ്യവസ്ഥ
ഏറ്റവും യുക്തമായി പരിപാലിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആശ്രമ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആശ്രമം, എന്താ ആശ്രമം എന്ന് പറഞ്ഞാൽ ആശ്രാമ്യന്തി അസ്മിൻ ഇതി ആശ്രമം. ശ്രമധാതുവിന് തപസ് എന്നാണ് അർത്ഥം. അപ്പോൾ പരിപൂർണമായി ജന്മലക്ഷ്യം വരെ തപസ് അനുഷ്ഠിക്കാനുള്ള ഘട്ടമാണ് ആശ്രമം. അതാണ് ആശ്രമ ശബ്ദത്തിൻ്റെ അർത്ഥം. ഓരോ വ്യക്തിയും അവനവൻ്റെ ധർമാചരണമാകുന്ന തപസ് ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ട കർമ്മം അത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, കേസും കൂട്ടും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചെയ്യരുതാത്ത ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാവുന്നത്. ചിന്തിക്കുക. ഇപ്പം ശാന്തി സമൃദ്ധമായ സമൂഹം, ഈ ശാന്തി സമൃദ്ധമായ സമൂഹമാണ്, ഐശ്വര്യയുക്തമായ സമൂഹമാണ് രാമരാജ്യത്തിൽ നമ്മൾ കാണുന്നത്. എല്ലാ ഗൃഹങ്ങളുടെ മുമ്പിലും ഐശ്വര്യദ്യോതകമായ പതാകകൾ, വർണ്ണ പതാകകൾ, എല്ലായിടത്തും സുഗന്ധം വ്യാപിക്കുന്ന അവസ്ഥ. ഈ സുഗന്ധം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരിയോ അഗർബത്തിയോ ചന്ദന തൈലങ്ങളോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ എന്തെങ്കിലും ശാപ്പാടൊക്കെ ശരിക്കുണ്ടെങ്കിലല്ലേ അതൊക്കെ ചെയ്യാൻ പോവുള്ളൂ. ബാഹ്യമായിരിക്കുന്ന ആവശ്യങ്ങൾ പൂർത്തിയാക്കാത്ത ഒരാൾ ചന്ദനത്തിരി കത്തിക്കാനോ അല്ലെങ്കിൽ ചന്ദനതൈലം പൂശാനോ പോവില്ലല്ലോ. അപ്പോൾ അയോധ്യ മുഴുവൻ അല്ലെങ്കിൽ സാകേതപുരി മുഴുവൻ, രാഷ്ട്രം മുഴുവൻ സുഗന്ധപൂരിതമായിരുന്നു എന്ന് പറയുമ്പോൾ അന്യഥ സമ്പന്നമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. എല്ലായിടത്തും വെള്ള പൂശിയ, ചായം പൂശിയ ഗൃഹങ്ങളാണെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിക്കാത്ത ഒരു വീടുമില്ല, എല്ലാ വീടും നല്ല പോലെ പെയിൻ്റ് അടിച്ചതാണ്. അപ്പോൾ ചില്ലാനൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ സമൃദ്ധമായ സമ്പന്നമായൊരു സമൂഹം, വിദ്യായുക്തമായ സമൂഹം, ആശ്രമ വ്യവസ്ഥ പാലിക്കുന്ന സമൂഹം, ഇതാണ് വാൽമീകി രാമായണത്തിൽ നമ്മൾ കാണുന്നത്. ഇത് സാധിതമാവണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഭരണം നടക്കണം. ഏത് ഭരണവ്യവസ്ഥയായാലും ഒരു ഭരണവ്യവസ്ഥ ഒന്നിനേക്കാൾ മീതയോ താഴെയോ അല്ല. ഏതെങ്കിലും ഒരു വ്യവസ്ഥയെ ഉയർത്തി കാണിച്ചിട്ട് മറ്റൊരു വ്യവസ്ഥയെ താഴ്ത്തി പറയുന്നത് ശരിയല്ല. പല വ്യവസ്ഥകൾ ലോകത്തിലുണ്ട്. ഏത് വ്യവസ്ഥയായാലും പ്രജാക്ഷേമപരമായതൊക്കെ ശ്രേഷ്ഠമാണ്. ചിലർ പറയും രാജവ്യവസ്ഥയാണ് നല്ലത്, രാജവ്യവസ്ഥയേക്കാൾ നല്ലത് ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ്. അങ്ങനെയൊന്നും പറയാൻ ഒക്കില്ല. ധർമ്മത്തിനനുസരിച്ച് ഭരണം എവിടെ നടക്കുന്നുണ്ടോ അത് ശ്രേഷ്ഠമാണ്. അങ്ങനെ പ്രജാക്ഷേമകരമായ ഭരണം, ഏകതയുടെ സമൂഹം. ഏകതയുടെ സമൂഹം വൈവിധ്യം ഇല്ല എന്നല്ല അർത്ഥം, അത് പ്രത്യേകം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഏകതയുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ 2 പദങ്ങൾ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. യൂണിറ്റി, യൂണിഫോമിറ്റി. യൂണിറ്റി എന്നുള്ളത് യൂണിഫോമിറ്റിയിലല്ല വേണ്ടത്, യൂണിറ്റി എന്നുള്ളത് ഡൈവേഴ്സിറ്റിയിലാണ് വേണ്ടത്. എല്ലാ വൈവിധ്യങ്ങളും നിലനിൽക്കെ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ഏകത, സമാനത, അതാണ് ഐശ്വര്യദ്യോതകമായത്. അത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നൊരു വിഷയമാണ്. പല പ്രഭാഷണങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയമാണ്. എല്ലാം ഒരുപോലെയാവണം, എല്ലാം ഒരുപോലെയായ ശരിയാവുക? ഒരിക്കലും വയ്യ. എല്ലാം ഒരുപോലെ ആവില്ല, ആവരുത്. വൈവിധ്യങ്ങൾ വേണം. പക്ഷെ ആ വൈവിധ്യങ്ങളുടെ അന്തർധാരയായിരിക്കുന്ന ഏകത്വത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്രകാരം സമാനതയെ, ഏകതയെ ഉയർത്തി കാണിച്ചൊരു ജീവിതക്രമം, എല്ലായിടത്തും അനുഷ്ഠാനങ്ങൾ നിറഞ്ഞ വേദപാരായണം. വാൽമീകി പറയുന്നത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. എല്ലായിടത്തും വേദപാരായണങ്ങൾ, എവിടെ ചെന്നാലും വേദഘോഷങ്ങൾ ഉയർന്നു കേൾക്കുന്നു. എല്ലായിടത്തും അഗ്നിഹോത്രങ്ങൾ നടക്കുന്നു, ഹോമങ്ങൾ. എല്ലാ ദേവാലയങ്ങളും ഐശ്വര്യവത്തായിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സമൂഹത്തെയാണ് നമ്മൾ വാൽമീകി മഹർഷിയുടെ വർണ്ണനയിലൂടെ രാമരാജ്യം എന്നുള്ളതിൽ കാണുന്നത്. ഇതെന്നും ഒരാശയമായി, ഒരാദർശമായി ഭാരതം സൂക്ഷിച്ചു. അതുകൊണ്ട് ശ്രേഷ്ഠമായൊരു ഭരണവ്യവസ്ഥയെ എപ്പോഴും നമ്മൾ രാമരാജ്യമായിട്ടാണ് വാഴ്ത്തിയത്. അതെ,
ഭാരതത്തിൻ്റെ സുപുത്രന്മാരായ മഹാത്മാഗാന്ധിയെ പോലുള്ളവർ നമ്മുടെ മുമ്പിൽ വെച്ച ആശയം രാമരാജ്യം എന്നുള്ള ആശയമാണ്. ചിലർക്ക് സംശയം ഉണ്ടാവും, സുപുത്രൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അച്ഛൻ എന്ന് പറയാണ്ടെന്ന്. ഭാരതത്തിനൊരു അച്ഛൻ എന്നുള്ള സങ്കല്പമില്ല. ഭാരതത്തിന് രാഷ്ട്രപിതാവില്ല. പലരും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഭാരതത്തിന് രാഷ്ട്രപിതാവ്. രാഷ്ട്രപിതാവ് എന്നൊരു ആശയം ഭാരതത്തിലില്ല. രാഷ്ട്രഭാഷ എന്നത് ഭാരതത്തിലുണ്ടോ? അതുമില്ല. ഔദ്യോഗിക ഭാഷയുള്ളൂ, രാഷ്ട്രഭാഷയില്ല. ഭരണഘടനയ്ക്കനുസരിച്ചാണ് പറയുന്നത്, വിശ്വാസത്തിനനുസരിച്ചല്ല. ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അടിമത്തത്തിൻ്റെ ആഴക്കയത്തിൽ നിന്ന് ഭാരതത്തെ രക്ഷിക്കാൻ പരിശ്രമിച്ചവർ അവർ സ്വപ്നം കണ്ടത് രാമരാജ്യമാണ്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച ഐശ്വര്യത്തിൻ്റെ, സമൃദ്ധിയുടെ, സമാനതയുടെ, ഏകതയുടെ രാഷ്ട്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രാമരാജ്യം രാമരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ ഓരോരുത്തരും ശരിയായ പൗരന്മാരായി, പൗരധർമ്മം ഉൾക്കൊണ്ടവരായി നമ്മുടെ മേഖലകളിൽ ശോഭിച്ച്, നമ്മുടെ മേഖലകളിൽ പ്രഭാവശാലികളായി ഈ ആശയ പ്രചാരകന്മാരായി തീരണം. നമ്മുടെ മേഖലകളിൽ പ്രഭാവം നേടാതെ വിളിച്ചു പറഞ്ഞാൽ വെറുതെ ശബ്ദശല്യം ഉണ്ടാക്കുന്നല്ലാണ്ട് അത് സമൂഹ മനസ്സിൽ സ്ഥാനം പിടിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മേഖലകളിൽ പ്രഭാവശാലികളാവണം. കൃഷിക്കാരൻ നല്ല കൃഷിക്കാരനാവണം. ഒരു കച്ചവടക്കാരൻ നല്ല കച്ചവടക്കാരനായി സമ്പന്നനാവണം. നല്ല വ്യവസായങ്ങൾ തുടങ്ങിയിട്ട് നമ്മൾ കൂടുതൽ സമ്പത്ത് ആർജിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉയർന്നു പോകണം. കളിയിൽ, സ്പോർട്സിൽ, സാഹിത്യത്തിൽ, കലയിലെന്ന് വേണ്ട എല്ലാ മേഖലകളിലും ഉയരണം. ഏത് മേഖലയിലാണോ, സന്യാസിമാരാണോ, സമൂഹത്തിൽ പ്രഭാവമുള്ള സന്യാസിയാകണം. ഏത് മേഖലയിലാണെച്ചാലും പ്രഭാവം ഉണ്ടാക്കണം. അങ്ങനെ പ്രഭാവശാലികളായി സ്വയം ഉയർന്നിട്ട് നമ്മളിലൂടെ ഈ സന്ദേശം പ്രചരിതമാകണം. അതിന് ഓരോരുത്തരും പരിശ്രമിക്കുമ്പോഴേ രാമരാജ്യ സൃഷ്ടി നമ്മളിലൂടെ സാധിക്കൂ. അല്ലാതെ രാമരാജ്യം സൃഷ്ടിക്കാൻ ഒരാൾ ഇറങ്ങി വരുമൊന്നുമില്ല. രാമൻ വന്നു കഴിഞ്ഞു. ഇനി രാമൻ വന്നാലും രാമൻ എന്നുള്ള പേരിലാവില്ല, വേറെ പേരിലാവും. രാമൻ രണ്ടാമത് വന്നപ്പോൾ കൃഷ്ണൻ എന്ന് പേരിട്ടിട്ടാണ് വന്നേ, അല്ലാതെ രാമൻ എന്നുള്ള പേരിലല്ല. അത് പ്രത്യേകം ഓർമ്മിക്കണേ. ഒരു രാഷ്ട്രീയം വ്യക്തമാണല്ലോ. ആർക്കെങ്കിലും ഭക്തന്മാർക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാട്ടോ. രാമൻ വീണ്ടും വന്ന പേര് രാമൻ ആവില്ല. രസകരമായൊരു ശ്ലോകമുണ്ട്. ശ്ലോകം തോന്നുന്നില്ല കേട്ടോ, ഇവിടെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. ആശയം ഇതാണ്. ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിലാണ് യശോദാദേവി കൃഷ്ണനെ താരാട്ടുപാടി ഉറക്കുക. ഈ താരാട്ടുപാട്ടുകളൊക്കെ ഉറക്കുപാട്ടുകളാണോ അല്ല ഉണർത്തുപാട്ടുകളാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉറക്കുപാട്ടുകളൊക്കെ ഉണർത്തുപാട്ടുകളാണ്. ഉണർത്തുപാട്ടുകളായ ഉറക്കുപാട്ടുകളെ നിലനിന്നിട്ടുള്ളൂ. ഇത് പറയുമ്പോൾ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് പരാമർശിക്കേണ്ടുന്നൊരു മഹാപുരുഷൻ ചട്ടമ്പി സ്വാമി തിരുവടികളാകട്ടോ. ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണവും അതും ഇതുമൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ വളരെ ഹൃദ്യസുന്ദരമായിട്ടുള്ള പിള്ളത്താലോലിപ്പ് ഉറക്കുപാട്ടാണ്. ആരെങ്കിലും നല്ല ഗായകർ നല്ല സംഗീത സംവിധാനം ചെയ്ത് അതൊന്ന് പാടി യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്ത് അതിനൊരു പ്രചരണം കൊടുത്ത് നാളെയിലെ നമ്മുടെ അമ്മമാർ കുട്ടികളെ പാടാൻ അതിലത്തെ ഒരു വരിയെങ്കിലും ഒരു ഈരടിയെങ്കിലും ഉപയോഗിച്ചാൽ എത്രയോ ധന്യമാകുന്നൊരഭിപ്രായം ഈ വേദി പറയുക. ചിദാനന്ദ സ്വാമിക്ക് കഴിയില്ല, ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടുന്ന് ഓടിയിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ഓടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പരന്ന സ്ഥലം. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ വീതി കുറഞ്ഞ വഴിയാണ്, അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. പാടാൻ കഴിവുള്ളവർ പാടിയ എന്തൊരു ഹൃദയ സുന്ദരമാത് പിള്ളത്താലോലിപ്പ്. ചട്ടമ്പി സ്വാമികളുടെ നല്ലൊരു ഗായിക അത് പാടി, ഭാവം ഉൾക്കൊണ്ട് പാടി റെക്കോർഡ് ചെയ്ത് അതൊന്ന് പ്രചരിപ്പിക്കണം. നമുക്ക് അടുത്ത കൊല്ലമാകുമ്പോഴത്തേക്ക് ഒരു 10 ലക്ഷം പേരിലേക്കെങ്കിലും അത് എത്തിച്ചാൽ വലിയൊരു കാര്യമാവും. ഒരഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇരിക്കട്ടെ. അപ്പോൾ യശോദ ഇതുപോലെ ഈ പിള്ളത്താലോലിപ്പാ
കഥ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ യശോദാദേവി പറഞ്ഞു, പണ്ട് അയോധ്യ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു, രാജ്യ തലസ്ഥാനം സാകേതപുരിയുടെ. അവിടെ ദശരഥൻ ഭരിച്ചു. ദശരഥൻ്റെ പുത്രനായിരുന്നു രാമൻ. അപ്പോൾ കൃഷ്ണൻ കഥ കേട്ടിട്ട് മൂളി. അപ്പോൾ പറഞ്ഞു, അങ്ങനെ രാമൻ വളർന്ന് സീതാദേവിയെ വിവാഹം ചെയ്തു. അപ്പോഴും മൂളി കൃഷ്ണൻ. അച്ഛൻ്റെ വാക്യത്തെ സത്യപ്പെടുത്താൻ രാമൻ സീതയോടുകൂടെ കാട്ടിലേക്ക് പോയി. ലക്ഷ്മണനുണ്ടായിരുന്നു കൂടെ. അപ്പോഴും മൂളി കൃഷ്ണൻ. കാട്ടിൽ വെച്ച് രാവണൻ സീതയെ അപഹരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഒറ്റ ചാട്ടത്തിന് പറയും, എടുക്ക് ലക്ഷ്മണാവില്ല്. ഇങ്ങനെ പറഞ്ഞ കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് വില്ലമംഗലം സ്വാമിയാർ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ സുമനോഹരമായി. എന്തൊരു ഭാവനയാന്ന് നോക്കൂ. അതാ പറഞ്ഞേ, രാമൻ വീണ്ടും വന്ന പേര് രാമൻ എന്നാവില്ല. അപ്പം ഇന്ന് രാമരാജ്യം ഉണ്ടാക്കേണ്ടത് രാമൻ വന്നിട്ടല്ല, പിന്നെ ആരാ? ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ്. എങ്ങനെ? ബുദ്ധിപൂർവമായിട്ട് സമ്മതിദാന അധികാരം വിനിയോഗിക്കുക. മനുഷ്യനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകൾ മുഖ്യമാണ്. മനുഷ്യ ജീവിതത്തിൽ അനുനിമിഷം തെരഞ്ഞെടുപ്പാണ്. അനുനിമിഷം. എന്താ സമയം അങ്ങനെ പറഞ്ഞേ? 5 കൊല്ലം കുടുംബല്ലേ ഉള്ളൂ? അല്ല, ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പാണ്. 2 സാധ്യതകൾ വരും. അഥവാ ഒന്നുകൂടി ശുദ്ധമായി പറഞ്ഞാൽ, ഒന്നിലധികം സാധ്യതകൾ നിരന്തരം നമ്മുടെ മുമ്പിൽ വരും. അത് വേണോ, ഇത് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, അവിടെ പോകണോ, ഇവിടെ പോകണോ. ഈ 2ൽ ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നിടത്താണ് നമ്മുടെ ജീവിത വിജയം. എന്തിനെ തിരഞ്ഞെടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി. അതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം തിരഞ്ഞെടുപ്പുകളാണെന്ന് പറയുന്നത്. പറഞ്ഞ ശരിക്കും അർത്ഥം മനസ്സിലാക്കുക. അപ്പം ശരിയായ തിരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് രാമരാജ്യ സ്ഥാപനം ലക്ഷ്യം വയ്ക്കണം. ആ രാമരാജ്യമാണ് നമ്മുടെ ഭരണഘടനാ സ്രഷ്ടാക്കളും സങ്കല്പിച്ചത്. അതെങ്ങനെ മനസ്സിലായി? ഇത് മതേതര രാജ്യമല്ലേ അവർ സ്വപ്നം കണ്ടത്? സെക്കുലർ സ്റ്റേറ്റ് അല്ലേ അവർ സ്വപ്നം കണ്ടത്? ആണോ? അല്ല. സെക്കുലർ സ്റ്റേറ്റ് ഭരണഘടനാ സ്രഷ്ടാക്കൾ അംബേദ്കർജി ആവട്ടെ, രാജേന്ദ്ര പ്രസാദ് ആവട്ടെ, സർദാർ വല്ലഭായ് പട്ടേൽ ആവട്ടെ, അങ്ങനെയുള്ള മഹാവിഭൂതികൾ മനീഷികൾ സ്വപ്നം കണ്ടിരുന്നെങ്കിൽ അവർക്ക് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്കുലർ എന്ന് എഴുതി വയ്ക്കാമായിരുന്നു. എഴുതിയിട്ടില്ല. സെക്കുലർ എന്നുള്ളൊരു ശബ്ദം ഭരണഘടനയിൽ വരുന്നത് ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത സമയത്ത്, പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒന്നുകിൽ ജയിലിനുള്ളിലോ അല്ലെങ്കിൽ ഹൗസ് അറസ്റ്റിലോ ഇരിക്കുന്ന സമയത്ത് 1976 അടിയന്തരാവസ്ഥ കാലത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിൽ സെക്കുലാർ എന്നുള്ള വാക്ക് എഴുതി ചേർക്കപ്പെടുന്നത്. ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത സമയത്ത്. പറഞ്ഞത് തെറ്റാണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, സ്വാമി പറഞ്ഞത് തെറ്റാണ്. ഇത് എഴുതാതെ സെക്കുലർ ആയിരുന്നു നമ്മുടെ രാഷ്ട്രം സഹസ്രാബ്ദങ്ങൾ. അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി പീഡനമേറ്റ് വന്നവരെ മുഴുവൻ സ്വന്തം മടിത്തട്ടിലേക്ക് സമാശ്ലേഷിച്ചവളാണ് ഭാരതമാതാവ്. ചിന്തിക്കുക. നമ്മൾ ഒരു രാജ്യം ഓർമ്മയില്ല, യൂറോപ്പിലൊരു രാജ്യത്തിലാണ് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു യഹൂദ ദേവാലയത്തിലേക്ക് പോകും. യഹൂദ ദേവാലയത്തിലേക്ക് അന്ന് വൈകുന്നേരമാണ് പ്രഭാഷണം, രാവിലെ ചില ക്ലാസ്സുകളുണ്ട്. അതിനിടയ്ക്കുള്ള സമയത്ത് പ്രദേശം ഒന്ന് കാണാൻ പോയപ്പോഴാണ് യഹൂദ ദേവാലയത്തിൽ പോയത്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ അതിനുള്ള ചിട്ടകളുണ്ട്. തലയിൽ ഒരു തൊപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് തല മറയ്ക്കണം. എന്നെ സംബന്ധിച്ച് തൊപ്പി വെക്കേണ്ട, മുണ്ട് ഇങ്ങനെ ആക്കിയാൽ കഴിഞ്ഞ്. അപ്പോൾ ഇങ്ങനെ അവിടെ പോയതാണ്. അപ്പോൾ അവിടുത്തെ പ്രധാന പുരോഹിതൻ, അങ്ങ് ഇന്ത്യയിൽ നിന്നാണല്ലേ എന്ന് ചോദിച്ചു. അതെ, ഭാരതത്തിൽ നിന്നാണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വിടർന്ന സ്നേഹ ആദരഭാവം അത് അവാച്യമാണ്. നമുക്ക് അല്പസമയം ഇരുന്നു. അദ്ദേഹം പറഞ്ഞു,
ഞങ്ങളുടെ പൂർവികർ ലോകം മുഴുവൻ പോയിട്ടുണ്ട്, ലോകം മുഴുവൻ അവരെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം കുടുംബാംഗങ്ങളായി സ്വീകരിച്ച് ഒരു കുടുംബമായി നിലനിർത്തിയത് ഒറ്റ രാജ്യത്തിലേ ഉള്ളൂ, അത് ഇന്ത്യയിലാണ്. ഇന്നും ആലോചിച്ച് നോക്കൂ, ഇന്നും ആ കൃതജ്ഞതാപൂരിതമായ മനസ്സോടുകൂടിയാണ് ഭാരതത്തെ നോക്കി കാണുന്നത്. അത് ഭരണഘടനയിൽ സെക്കുലർന്നുണ്ടായതുകൊണ്ടാണ്? അല്ല. ആ സ്നേഹം, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ക്ഷമത, അത് ഭാരതത്തിൻ്റെ അന്തരാത്മാവാണ്. അത് ശ്രദ്ധിക്കുക. അത് ആർഷമായിരിക്കുന്ന സർവഭൂതേഷു യപ്പശ്യേത് ഭഗവത് ഭാവം ആത്മന എന്നുള്ള വീക്ഷണത്തിൻ്റെ പരിണാമമാണ്. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യവിശേഷം ഏകമാണ്, അദ്വിതീയമാണെന്ന വീക്ഷണത്തിൻ്റെ ഫലമാണ്. അതാണ് ഭാരതം. ചിന്തിക്കുക. ഒരാൾ ഒരു ക്രിസ്തീയ ആചാര്യനാവട്ടെ, അദ്ദേഹത്തിൻ്റെ അനുയായിയോടോ ഭക്തനോടോ ശ്രോതാവിനോടോ പറയുകയാണ്, നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. നല്ല ഉപദേശമാണ്. അപ്പോൾ കേട്ടാൾ ചോദിക്കുകയാണ്, അല്ല പിതാവേ, ഞാൻ എന്തിനാ എൻ്റെ അയൽക്കാരനെ എന്നെപ്പോലെ സ്നേഹിക്കണത്? എൻ്റെ അയൽക്കാരനെ പോലെ സ്നേഹിച്ചാൽ പോരെ? അയൽക്കാരനോട് സ്നേഹപൂർവ്വം പെരുമാറണമെന്നങ്ങ് പറഞ്ഞാൽ പോരെ? എന്നെപ്പോലെ എന്തിനാ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണത് എന്ന് ചോദിച്ചാൽ ഇത് കർത്താവ് പറഞ്ഞു എന്ന് പറയാമെന്നല്ലാണ്ട് അതിൻ്റെ കാര്യകാരണം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കാര്യകാരണം പറഞ്ഞു കൊടുക്കണമെങ്കിൽ വേദാന്തത്തിലേക്ക് വരണം. നിന്നിലും എന്നിലും അയൽക്കാരനിലും അവനിലും ഇവനിലും കുടികൊള്ളുന്ന ചൈതന്യവിശേഷം ഏകമാണ്. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത യേശ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ തുടങ്ങിയ ശ്രുതി സ്മൃതികളിലൂടെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഏകത്വമാണ് വെളിപ്പെടുത്തപ്പെടുന്നത്. ആ ഏകത്വത്തെ തിരിച്ചറിഞ്ഞ് എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ ഏകത്വ ദൃഷ്ടിയോടുകൂടി ഇരിക്കുക. ആ ദൃഷ്ടിയിൽ നിന്നാണ് രാമരാജ്യം ഉണ്ടാവുക. ഇതാരാ സമാവാഹിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ഈ രാജാവിനെ കൊണ്ട് പറയാറുണ്ട് നീതിശാസ്ത്രാനുഗോ രാജ എന്ന്. രാജാവ് നീതിശാസ്ത്രത്തിന് വിധേയനാണ്. അതുപോലെ ഭരണഘടനയ്ക്ക് വിധേയരായി നമ്മൾ നിലകൊണ്ടുകൊണ്ട് ഈ കർത്തവ്യം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ മേഖലകളിൽ നിർവഹിക്കുമ്പോൾ രാമരാജ്യം സാധിതമാകും. അതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറയും, അറിയില്ലാച്ച സുഖം അറിയില്ല എന്ന് പറയാം. ഇതിലുണ്ടെങ്കിൽ ആവാം. സമയം കുറേയുണ്ട്, സമയം ഉപയോഗിക്കണം. അതുകൊണ്ട് ചിലരോടൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചു, വല്ല ചോദ്യം എഴുതി വെച്ചോളൂ എന്നൊക്കെ. എന്തും ചോദിക്കാട്ടോ, എന്നതേ ചോദിക്കാവുന്നില്ല. ഒരു സ്ഥലത്തുനിന്ന് ചോദിച്ചത് പറയട്ടെ. ഒരു 10-20 കൊല്ലം മുമ്പാ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് ചെന്നപ്പോഴേ പ്രഭാഷണം ചൊല്ലി 20-25 മിനിറ്റ് പ്രഭാഷണം ചെയ്തിട്ട് ഇനി എന്താ സംശയിച്ചാൽ ചോദിച്ചോളൂ, അറിയുന്ന വെച്ചാൽ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കുറേ ദൂരെ നിന്ന് അങ്ങനെ നടന്നു വരുന്നുണ്ട്. നടപ്പ് കണ്ടറിയാം അയാൾ സംശയം ചോദിക്കാനല്ല വരുന്നത്. ഈ ചോദിക്കൽ അറിയാൻ ചോദിക്കാനല്ല, വേറെ എന്തിനോ ചോദിക്കാനാണെന്നുള്ളത് അയാൾ നടപ്പെന്നാണ് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അടുത്ത് വന്ന് ഒരു കോളറൊക്കെ ഒന്ന് പൊക്കി എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യണ മറ്റുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് 2 ചോദ്യം ചോദിച്ചു. നിങ്ങൾ മഹാകള്ളനല്ലേ? എടാ, രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെപ്പോലുള്ളവർ കള്ളന്മാരല്ലേ? ഞാൻ പറഞ്ഞു, സഹോദര, അങ്ങ് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിലൊരു ചോദ്യം എനിക്ക് മനസ്സിലായി, അതിന് ഞാൻ ഉത്തരം സ്പഷ്ടമായി പറയാൻ പോവുക. ഒരു ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഉത്തരവില്ല. ചോദ്യം മനസ്സിലായാലല്ലേ ഉത്തരം പറയാൻ പറ്റൂ. ഒന്നാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ കള്ളനല്ലേ, ഞാൻ അതിന് മറുപടി പറഞ്ഞു തരാം. രണ്ടാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങളെപ്പോലുള്ളവർ കള്ളം. എന്നെപ്പോലെ ആരാള്? എന്നെപ്പോലെ ഈ ലോകത്ത് ആരുമില്ല. ഉണ്ടോ? ആരാള്? എന്നെപ്പോലെ പോട്ടെ, ഞാനിരിക്കണ ഈ ശരീരം, ഈ ശരീരത്തിൻ്റെ അംഗമായ കയ്യ്,
ഈ കയ്യൻ്റെ രംഗമായ വിരൽ, ഈ വിരലിലുള്ള വര പോലും ലോകത്തിൽ ആർക്കും വേറെ ഇല്ല. യുണീക്കാണ്, വിശിഷ്ടനാണ് ഞാൻ. എന്നെപ്പോലെ ലോകത്ത് ആരുമില്ല. ഈ ഇരിക്കുന്ന ഓരോരുത്തരും വിശിഷ്ടന്മാരാ, നിങ്ങളെപ്പോലെ വേറെ ആരുമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ളൊരു കള്ളന്മാരല്ലേ എന്ന് പറയുക? എന്ത് പോട്ടത്തരാ പറയണത്? ചോദിക്കാനെങ്കിലും അറിയണ്ടേ? എന്നാൽ ഒന്നാമത്തെ നല്ല ചോദ്യമാണ്, നിങ്ങൾ മഹാകള്ളനല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കള്ളനാണ്, പേരും കള്ളൻ. ഞാൻ പേരും കള്ളനാ. എന്താ സംശയം? അപ്പം അവിടെ കൂടിയിരിക്കണ 10-700 പേരുണ്ട്. അവരിങ്ങനെ എന്തിനാ സ്വാമി ഇങ്ങനെയൊക്കെ പറയണ? അഥവാ കള്ളനാണെങ്കിലും അല്ലാന്ന് പറഞ്ഞാൽ പോരെ എന്ന മട്ടിലാണ് നോക്കണത്. ഞാൻ കള്ളനാണ്, പേരും കള്ളൻ. എങ്കിൽ പറയട്ടെ, ഞാൻ ഉത്തമ ബോധത്തോടു കൂടിയാണ് ജീവിക്കണത്, ഞാൻ പേരും കള്ളനാണെന്നാ. നിങ്ങൾ കള്ളനാണ്, നിങ്ങൾക്കറിയാം നിങ്ങൾ കള്ളനാണ്. അപ്പോൾ ഇയാൾ പരുതാൻ തുടങ്ങി. നോക്കണേ, എനിക്ക് ഞാൻ കള്ളനാന്ന് പറയാൻ ഒരു മടിയില്ല. പക്ഷെ അയാളെ കള്ളെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യവും പരുങ്ങലൊക്കെ. ഇതല്ലേ മനുഷ്യൻ്റെ കുഴപ്പം? ഇത്ര പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് അയാളോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ എങ്കിൽ. എന്നാൽ സംസാരിക്കുന്നത് സദസ്സിലാണ്. സദസ്സിൽ സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിയോടും പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് വിശദീകരിക്കേണ്ടി വന്നു. ഒരു ദിവസം ഞാൻ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ വില എത്രയാണെന്നൊരു ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചു നോക്കൂ. ഒരു ദിവസം ഞാൻ ശ്വസിക്കുന്ന ഓക്സിജൻ 11,000 ലിറ്റർ അന്തരീക്ഷ വായു ഞാൻ ഇൻഹേൽ ചെയ്യും. അതിൽ നിന്ന് വേർതിരിച്ച് 550 ലിറ്റർ അകത്തേക്ക് എടുക്കും. ബാക്കി 10,450 പുറത്തേക്ക് വിടും. ഇതിൽ നിന്ന് ഉള്ളുന്ന് ഓക്സിജൻ വേർതിരിച്ചെടുത്ത് ബാക്കി പുറന്തള്ളും. ഇതിന് എത്ര ഉറുപ്പ്യാവും? ഇവിടെ ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റലൊക്കെ നടത്തുന്ന ആൾക്കാർ, ഡോക്ടർമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ എത്ര ഉറുപ്പ്യ ഉണ്ടാവും? എന്തായാലും 2,000 ഉറുപ്പ്യക്ക് മുകളിൽ ഉണ്ടാവില്ലേ? ഇല്ല, ഒരു 2,500 2,600 ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പാ. ശരി, ഒരു ദിവസം സൂര്യപ്രകാശത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വൈറ്റമിൻ ഡി IV ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപയാവും? ഒന്ന് കൂട്ടുന്നേ, ഒരു 10-200 ഉറുപ്പ്യക്ക് മുകളിൽ വരും. എനിക്ക് വെള്ളത്തിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന മൂലകങ്ങൾ, ജൈവകങ്ങൾ, ധാതുക്കൾ എത്ര ഉറുപ്പ്യാവും? ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നവും വസ്ത്രമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് വായുവും വെള്ളവും കൂട്ടിയാൽ തന്നെ എത്ര ഉറുപ്പ്യാവും? അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ പ്രകൃതിയിൽ നിന്ന് ചുരുങ്ങിയതൊരു 5,000 രൂപയെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ജീവിക്കണത്. ഒരു മാസം എത്രയായി? ഞാൻ ഒരുപാട് സേവ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അയാളോടും പറയേണ്ട ആവശ്യമില്ല. പലതും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ, പലതും. പക്ഷെ അതൊക്കെ കൂട്ടിയാലും എനിക്ക് ഒന്നുറപ്പാണ്, ഞാൻ ഉപയോഗിക്കുന്ന അത്രയ്ക്കൊന്നും പുറത്തേക്ക് കൊടുക്കണില്ല. അപ്പം ഞാൻ ആരാ? ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ സേവകനാണ്. എനിക്ക് ഉറപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കണില്ല. അപ്പം ഞാൻ കള്ളനല്ലേ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കള്ളനാന്ന്. തൈർദത്താനപ്രദായൈഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ഈ പ്രകൃതിയിലെ സകല അനുഗ്രഹങ്ങളെയും സ്വീകരിച്ച് അത് തിരിച്ചു കൊടുക്കാതെ ജീവിക്കുന്നവൻ സ്തേനനാണ്. സ്തേനൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഈ ഇപ്പോൾ പാല് മോഷ്ടിക്കുക, തൈര് മോഷ്ടിക്കുക, വെണ്ണ മോഷ്ടിക്കുക, അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 പൈസ മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചോരനാ. ശ്രീകൃഷ്ണനെ കൊണ്ടൊക്കെ ചോരൻ എന്നാണ് പറയാറ്. സ്തേനൻ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരനാണ്. ഭഗവാൻ ഗീതയിൽ നമ്മളെ വിളിക്കണത് കൊള്ളക്കാരാ നിങ്ങളെന്നാണ്. എപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അപ്പം ഞാൻ കള്ളനാ. അതാ ഞാൻ കള്ളനാന്ന് പറഞ്ഞത്. ഇത്രയും വിശദീകരിച്ചപ്പോൾ അയാളുടെ കണ്ണിലൊക്കെ, സ്വാമി ഞാൻ സ്വാമീനെ അവമാനിക്കാൻ വേണ്ടി ചോദിച്ചത്. അവിടെ മാനമുള്ളവനല്ലേ അവമാനം ഉണ്ടാവുള്ളൂ, നമുക്കൊരു മാനവും ഇല്ല, പിന്നെന്താ? അതുകൊണ്ട് അവമാനിക്കാനൊന്നും കഴിയില്ല. പിന്നെയാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇയാളെന്തിനാ അവമാനിക്കണത്? ഞാൻ ആദ്യം കാണുന്ന മനുഷ്യനായ ആൾ. നോക്കുമ്പോൾ ഈ പ്രഭാഷണത്തിന് ക്ഷണിക്കാൻ വന്നവർ CPI പെട്ടവരാ. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമി ഞങ്ങളൊരു 2-3-4 പേരെ പ്രഭാഷണം കേൾക്കാനുണ്ടാവുള്ളൂ കേട്ടോ സ്വാമിക്ക്. ഞാൻ പറഞ്ഞു ഒരാൾ മതിന്നേ, സഹനാവവത് സഹനൗഭുനത്തു എന്നല്ലേ പറയുന്ന ഒരാൾ, കേൾക്കണ ഒരാൾ മതി കേൾക്കാൻ, പ്രഭാഷണം കേൾക്കാൻ. ഒന്നിലധികം ഒന്നും ആവശ്യമില്ല. കാരണം നാട്ടിലൊക്കെ CPMകാർ, അവർ സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാൻ വരില്ല. ചിദാനന്ദ സ്വാമി പറഞ്ഞാൽ അവർ പറഞ്ഞതാ.
അവർ CPI പെട്ടതാണ്, ഈ ക്ഷണിച്ച ആൾക്കാർ. ശരി, പ്രഭാഷണത്തിന് ചെന്നപ്പോൾ 700-700 ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചത് എന്താ ഭഗവാൻ, ഇത് 3-4 പേരെ ഉണ്ടാവുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ട്, ഇപ്പം എന്തോ രഹസ്യം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? ഈ ചിദാനന്ദപുരസ്വാമി നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നുണ്ടെന്ന വിവരം കേട്ട മുതൽക്ക് വീടാന്തരം ഗൃഹസമ്പർക്കം ചെയ്ത് പ്രചരണം ചെയ്തു. ആരും പോകരുത്, ആരും പോകരുത്, മഹാവർഗീയവാദിയാണ് പ്രസംഗിക്കാൻ വരുന്നത്, ഹിന്ദു വർഗീയവാദിയാണ് വരുന്നത്, ആരും പോകരുതെന്ന്. അപ്പോൾ അമ്മമാരൊക്കെ വിചാരിച്ചു ഇത്ര ഭീകരനാണ് വരുന്നത് വെച്ചാൽ ഒന്ന് കാണണമല്ലോ എന്ന്. അങ്ങനെയാ വന്നേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പ്രചരണം ചെയ്തവർക്ക് ദുഃഖമായി, വിഷമായി, എന്നാൽ ഒന്ന് അവമാനിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ ചോദിച്ചുകൊണ്ട് എത്ര ഗുണമുണ്ടായി. അതുപോലെ നിങ്ങൾക്കും എന്തും ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലേ ഉത്തരം വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അതെന്തൊക്കെയോ കടലാസുകൾ വരും.